welcome back to another video. Today we are discussing about the timeline of Indian history. നമ്മൾ ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം ലൈനിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ആദ്യം ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ചെറുതായി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ദ കോണ്ടിനെൻറ്റ് ഏഷ്യ. ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ആർ ഡൈവേഴ്സ് ഇൻ നേച്ചർ. ഇന്ത്യ ചരിത്രവും അതുപോലെ തന്നെ സംസ്കാരവും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇന്ത്യ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ കോൺഫിഗറേഷൻ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് എ ലോങ് പ്രോസസ് ഓഫ് റീജിയണൽ എക്സ്പാൻഷൻ. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യ ചരിത്രവും സമൂഹവും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു ലോങ് പ്രോസസ് ഓഫ് റീജിയണൽ എക്സ്പാൻഷനിലൂടെയാണ്. India has adopted and incorporated external cultures into its own social fabric. നമ്മൾ ഇന്ത്യ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇന്ത്യ ഒരുപാട് ഇൻവേഷൻസും അതുപോലെ തന്നെ അറ്റാക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആര്യൻ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് മുസ്ലിം റൂളേഴ്സ്, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഖോറി, അങ്ങനെ ഒരുപാട് ഇൻവേഷൻസ്, ഫോറിൻ ഇൻവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അതൊക്കെ ആ കൾച്ചറൊക്കെ അഡോപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുമാണ് ഇന്ത്യൻ സംസ്കാരം ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി പിന്നെ പറയാനുള്ളത്, അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യ ചരിത്രത്തെ പറ്റിയുള്ള പഠനങ്ങളെ പറ്റിയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ദ മോഡേൺ ടൈപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ആഫ്റ്റർ ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മളെ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചിട്ട് മോഡേൺ ടെക്നിക്സും അതുപോലെ തന്നെ സയൻറ്റിഫിക് മെത്തേഡ്സും ടെക്നിക്കും ഉപയോഗിച്ച് പഠിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് റൂളോട് കൂടിയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂള് ടൈമിലാണ് ഇന്ത്യ ചരിത്രത്തെ പറ്റിയിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലൊരു നല്ല ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അവർക്ക്, ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ സമൂഹത്തെ പറ്റിയിട്ടും ചരിത്രത്തെ പറ്റിയിട്ടും പഠിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ചരിത്രത്തെ പഠിക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഇന്ത്യ ചരിത്ര പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച അവർ ആദ്യം പറഞ്ഞത് ദേ സെഡ് ദാറ്റ് ഇന്ത്യ ഹാഡ് നോ ഹിസ്റ്റോറിക്കൽ സെൻസ്. ഇന്ത്യക്കാർക്ക് ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യക്ക് ഒരു ചരിത്രം പോലും ഇല്ല എന്ന് പറഞ്ഞവർ പോലും ഉണ്ടായിരുന്നു. ബിഫോർ ദ ഡിസ്കവറി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വി ബിലീവ്ഡ് ദാറ്റ് വി ഹാഡ് നോ ഹിസ്റ്ററി. ഇതിന് മുന്നേ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ സെൻസോ അല്ലെങ്കിൽ നമുക്കൊരു നല്ല ചരിത്രമോ ഉണ്ടായിരുന്നില്ല എന്നാണ്. The first Paleolithic tool was discovered by Robert Bruce Foote in 1863. 1863 റോബർട്ട് ബ്രൂസ് ഫൂട്ട് മദ്രാസിലെ പല്ലവാരം എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഫസ്റ്റ് പാലിയോലിത്തിക് ടൂള്, ഹാൻഡ് ആക്സ് ഡിസ്കവർ ചെയ്യുന്നതോട് കൂടിയാണ് ഇന്ത്യക്കൊരു പ്രീ ഹിസ്റ്ററി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നതും. ദെൻ ഇൻ 1921 ഹാരപ്പ വാസ് ഡിസ്കവേർഡ് ബൈ ഡോക്ടർ ദയാറാം സാനി. ഇൻ 1922 R.D. Banerjee discovered Mohenjo-daro. Later, many excavations was conducted in related with the Indus Valley civilization. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നതോടുകൂടിയാണ് ഇന്ത്യ ചരിത്ര പഠനങ്ങൾക്ക് ഒരു പുതിയ ഫേസ് ഉണ്ടാവുന്നത്. അതിനുശേഷം 1921 ഡോക്ടർ ദയാറാം സാനി ഹാരപ്പ കണ്ടുപിടിക്കുന്നു. അതുപോലെ 1922 R.D. ബാനർജിയുടെ നേതൃത്വത്തിൽ മോഹൻജൊദാരോയിൽ എക്സ്കവേഷൻസ് നടത്തുകയും ഒരു മോഹൻജൊദാരോ കണ്ടുപിടിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്. ചൈനീസ് സിവിലൈസേഷൻ അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ പോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടെത്തിയതോടു കൂടിയാണ് ഇന്ത്യക്കൊരു ചരിത്രമുണ്ടെന്നും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടെന്നും നമ്മൾ കണ്ടെത്തുന്നത്. ലേറ്റർ അതിനുശേഷം ഒരുപാട് എക്സ്കവേഷൻസ് ഇന്ത്യൻ ചരിത്രത്തെ പറ്റിയിട്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമാണ് പ്രീ ഹിസ്റ്റോറിക് അതുപോലെ തന്നെ പ്രോട്ടോ ഹിസ്റ്റോറിക് സൈറ്റുകളെല്ലാം കണ്ടെത്തുന്നത്. ലേറ്റർ മെനി പ്രീ ഹിസ്റ്റോറിക് ആൻഡ് പ്രോട്ടോ ഹിസ്റ്റോറിക് സൈറ്റ്സ് വെർ ഡിസ്കവേർഡ്. അതിനുശേഷം ഒരുപാട് പ്രീ ഹിസ്റ്റോറിക്കും പ്രോട്ടോ ഹിസ്റ്റോറിക് സൈറ്റും ഡിസ്കവർ ചെയ്തിട്ടുണ്ട്.
നമുക്ക് ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടൈം ലൈനിലേക്ക് പോവാം. ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ പാർട്സ്. ഇന്ത്യ ചരിത്രത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ആൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ. ഇനി ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ടഡ് വിത്ത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലാണ്. ഇതിനകത്ത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പാലിയോലിത്തിക് പീരീഡ് ഉണ്ട്, മെസോലിത്തിക് പീരീഡ് ഉണ്ട്, നിയോലിത്തിക് പീരീഡ് ഉണ്ട്. പാലിയോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ 5 lakh BC ടു 10,000 BC വരെ പാലിയോലിത്തിക് പീരീഡാണ് കാണാൻ പറ്റുന്നത്. ഈ പീരീഡിൽ അത് വേണ്ട. പിന്നീട് മെസോലിത്തിക് പീരീഡ് 10,000 BC ടു 7,000 BC വരെ പോകുന്നുണ്ട്. പിന്നെ നിയോലിത്തിക് പീരീഡ് 7,000 BC ടു 3,000 BCE. പിന്നീട് വരുന്നത് നിയോലിത്തിക് പീരീഡിന് ശേഷം വരുന്നത് കാൽക്കോലിത്തിക് ഫേസ് ആണ്. അത് 3,000 BCE ടു 10,000 BCE വരെയാണ്. പിന്നെ അതിനുശേഷം കാൽക്കോലിത്തിക് ഫേസിന് ശേഷം വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയുന്നത് 3,600 BCE ടു 1,000 BCE വരെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ കാൽക്കോലിത്തിക് ഫേസ് തന്നെയാണ്. പിന്നീട് വരുന്നത് ഏർലി വേദിക് പീരീഡ് ആണ്. 1,500 BC to 1,000 BC. ലേറ്റർ വേദിക് പീരീഡ് 1,000 BCE to 500 BC വരെയാണ്. പിന്നീട് വരുന്നത് മഹാജനപദ പീരീഡാണ്. അത് 600 BCE to 544 BCE. പിന്നെ ഹാര്യങ്ക ഡയനാസ്റ്റി വരുന്നുണ്ട്, ശിശുനാഗ ഡയനാസ്റ്റി, നന്ദ ഡയനാസ്റ്റി വരുന്നുണ്ട്. അതിന് ശേഷമാണ് മൗര്യൻ ഡയനാസ്റ്റി വരുന്നത്. മൗര്യൻ പീരീഡിലാണ് ആദ്യമായിട്ട് ഇന്ത്യ ഒരു യൂണിഫൈഡ് ആയിട്ട് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എംപയറാണ് മൗര്യൻ ഡയനാസ്റ്റിക്ക് ഉണ്ടായിരുന്നത്. പൊളിറ്റിക്കലി സോഷ്യലി എക്കണോമിക്കലി എല്ലാം ഇന്ത്യയിൽ ഒരു യൂണിറ്റി ഉണ്ടാവുന്നത് മൗര്യൻ പീരീഡിലാണ്. മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 322 BCE ടു 185 BCE വരെയാണ് മൗര്യൻ പീരീഡ്. മൗര്യൻ പീരീഡിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് ചെറിയ ചെറിയ രാജവംശങ്ങളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതിലൊന്നാണ് സുംഗ ഡയനാസ്റ്റി. അവസാനത്തെ മൗര്യൻ റൂളറെ അറ്റാക്ക് ചെയ്തിട്ടാണ് സുംഗ ഡയനാസ്റ്റി വന്നിട്ടുള്ളത്. 185 BCE ടു 73 BCE വരെയാണ്. പിന്നീട് വന്നിട്ടുള്ളത് കണ്വ ഡയനാസ്റ്റി 73 BCE ടു 28 BCE. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയനാസ്റ്റി എന്ന് പറയുന്നത് ശതവാഹന ഡയനാസ്റ്റിയാണ്. ഇതിൻ്റെ റൂളേഴ്സിന് നമുക്ക് അറിയാം, ഗൗതമിപുത്ര ശതകർണി. മാത്രമല്ല ഇത്രയും ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഡയനാസ്റ്റി ആയിരുന്നു ശതവാഹന ഡയനാസ്റ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ക്രോണോളജി പറയുകയാണെങ്കിൽ ലേറ്റ് 2nd century BCE ടു 3rd century CE വരെയാണ് ശതവാഹന ഡയനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നീട് അതുപോലെ ഇൻഡോ ഗ്രീക്സ്, ഇതൊക്കെ കണ്ടംപററി ആയിട്ട് ഉണ്ടായിട്ടുള്ള ഡയനാസ്റ്റിയാണ്. സുംഗ, കണ്വ, ശതവാഹന, ഇൻഡോ ഗ്രീക്സ് എന്നൊക്കെ പറയുന്നത്. ഇൻഡോ ഗ്രീക്സ് 2nd century BCEയിൽ ഇന്ത്യയിൽ ഭരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഷാഗാസ് വരുന്നുണ്ട് 1st BCE ടു 4th CE വരെയാണ്. പിന്നെ പാർത്തിയൻസ് 1st BCE ടു 1st century CE വരെയാണ്. പിന്നെ അതിനുശേഷം ഇന്ത്യയിൽ ഒരു ലോങ് ഏരിയയിൽ ഭരിച്ചിട്ടുള്ളത് പിന്നെ കുഷാൻസ് ആണ്. 1st century CE ടു 4th century CE. കുഷാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഷാൻസിൻ്റെ പീരീഡിലാണ് ഇന്ത്യയിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ രംഗത്തും അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും ഒരു പുരോഗതി കാണുന്നത് കുഷാൻസിൻ്റെ പീരീഡിലാണ്. പ്രധാനപ്പെട്ട റൂളേഴ്സ് കനിഷ്കൻ നമുക്കറിയാം AD 72 AD 72 ശകായറ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഗുപ്ത പീരീഡാണ്. മൗര്യ ഡയനാസ്റ്റി പോലെ തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഗുപ്ത ഡയനാസ്റ്റിക്ക് ഉണ്ടായിരുന്നു. ഗുപ്ത ഡയനാസ്റ്റിൻ്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 319 century CE ടു 540 CE വരെയാണ്. പിന്നെ വർധാന ഡയനാസ്റ്റി, പിന്നെ വരുന്നത് ഗുപ്താസിന് ശേഷം വരുന്നത് വർധാന ഡയനാസ്റ്റിയാണ്. 550 century CE ടു 647 century CE വരെയാണ്. അതിനുശേഷം പിന്നെ
വരുന്നത് പിന്നെ മുസ്ലിം ഇൻവേഷൻ ഉണ്ടാവുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അത് മിഡീവൽ പീരീഡിലാണ് വരുന്നത്. മുഹമ്മദ് ബിൻ കാസിം ഇൻവേഡഡ് ഇന്ത്യ ഇൻ 712 CE. പിന്നെ അതിനുശേഷം മുഹമ്മദ് ഗസ്നി ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് 1000 CE. പിന്നെ മുഹമ്മദ് ഘോറി 1175 മുഹമ്മദ് ഘോറി ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നീട് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് സുൽത്താനേറ്റ് പീരീഡ്, അത് സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയാണ്. അതിനകത്ത് 5 ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു: സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി, തുഗ്ലക്, സയ്യിദ് ആൻഡ് ലോധി. പിന്നെ അതിനുശേഷം അവസാനത്തെ ലോധി രാജാവായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. മുഗൾ ഡൈനാസ്റ്റിൻ്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1526 to 1707 സെഞ്ച്വറി CE. പിന്നെ അതിനുശേഷം ഔറംഗസേബ് വരെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം മുഗൾ ഡൈനാസ്റ്റി ക്ഷയിച്ചു പോവുകയാണ്. ലേറ്റർ മുഗൾസ് എന്ന് പറഞ്ഞാൽ 1707 to 1857 CE വരെയാണ്. Next, modern Indian history. The major part of modern Indian history was occupied by the British rule in India. പ്രധാനമായിട്ടും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു മേജർ പാർട്ടും ഓക്യുപ്പൈ ചെയ്തിട്ടത് ബ്രിട്ടീഷ് റൂളിൻ്റെ പീരീഡിലാണ്. ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഫൗണ്ടഡ് ദ മൈൽ സ്റ്റോൺ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബാറ്റിൽ ഓഫ് പ്ലാസി 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ആരംഭമാവുന്നത്.